ഹായ്, നമുക്കേ സിമ്പിളായിട്ടൊരു പുളിഞ്ചാറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പുളിഞ്ചാറ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. ഇതിന് നല്ല കോമ്പിനേഷൻ, നല്ല ഉണക്കമീനാണ്. ഞാൻ ചില്ലി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒഴിച്ച വെളിച്ചെണ്ണ കുറച്ച് കൂടിപ്പോയി, ഞാൻ തിരിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടുക്, ചെറിയ ജീരകം, ഉലുവ, ചെറിയുള്ളി, പച്ചമുളക്, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ ചെറിയുള്ളി നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ചെറിയുള്ളിയും പച്ചമുളകാണ് ഇതിന് മെയിനായിട്ടുള്ള സാധനം. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് നല്ല ഉണക്ക കറിവേപ്പിലയും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില തീർന്നുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് പിന്നെ ഇടാൻ മറന്നൊരു സാധനം, ഞാൻ തക്കാളി ചേർക്കുന്നത് ഞാൻ കാണിച്ചില്ല. തക്കാളിയും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ പെരുങ്കായം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിലവർ ചേർക്കുള്ളൂ, ഇപ്പോൾ ഉള്ളവരൊക്കെ ചേർക്കുന്നുണ്ട്. പണ്ടൊന്നും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കാറില്ല. ഇപ്പം ഞാൻ അതിനകത്ത് കുറച്ച് ചേർക്കാറുണ്ട്. പിന്നെ നല്ല വാളംപുളി, ഇതൊക്കെ വഴറ്റിയതിന് ശേഷം കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞ് കുറച്ച് ഉപ്പും മിക്സാക്കി, തിളച്ച് മറിയരുത് കേട്ടോ. പുളിഞ്ചാറ് രസം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തിളച്ച് ഈ പത വരുന്ന സമയത്ത് ഇറക്കണം എന്നാണ് പറയാറ്. അപ്പം തിള വരുന്നുണ്ടപ്പോൾ ഞാൻ കുറച്ച് വേഗം ഇളക്കി